വിളിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. ഏലിയാ പ്രവാചകനോട് കർത്താവ് ഇന്ന് ഇവിടെ എന്നെ അടുക്കുവാന്ന് ചോദിച്ചു. എല്ലാം പറഞ്ഞു ഏലിയാവ് ഞാൻ എന്നെ ഉറങ്ങുവാന്നാണ് പറഞ്ഞത്. ഞാൻ ഇതാ അങ്ങയെപ്പറ്റിയുള്ള തീഷ്ണതയാൽ കത്തിച്ചൊലിക്കുക. I am on fire. I am on flame. ഹല്ലേലൂയ. നമ്മളെ ദൈവീകം തുടർന്ന് സംഭവിക്കും നമുക്കറിയാം. തമ്പുരാൻ ഇങ്ങനെ ഇടപെടുക ഏലിയായുടെ ജീവിതത്തിൽ. ആര് കർത്താവിന്റെ കാര്യത്തിലേക്ക് തീഷ്ണതയുണ്ടോ നീ രക്ഷപ്പെടാൻ വെച്ചാൽ again it is a gift from God. ദൈവത്തിന്റെ സമ്മാനം. ദൈവത്തെ പറ്റി തീ കത്തുക, ദൈവത്തെ പറ്റി ആളിക്കത്തുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ആരെനിക്ക് വേണ്ടി പോകും? ഹല്ലേലൂയ. തമ്പുരാൻ നിരന്തരം ചോദിക്കുന്നത് ആരെനിക്ക് വേണ്ടി നിൽക്കും? ഈ ഭൂമിയിൽ കർത്താവിന്റെ കൂദാശയാകാൻ, ഈ ഭൂമിയിൽ കർത്താവിന്റെ സാന്നിധ്യമാകാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി പോകും? അവങ്ങളുടെ കർത്താവിനെ പറ്റിയുള്ള തീഷ്ണത, കർത്താവിനെ പറ്റിയുള്ള ആവേശം, കർത്താവിനെ പറ്റിയുള്ള ആനന്ദം. എനിക്കെല്ലാം എന്നെ യേശുവേ, എൻ്റെ കർത്താവ് ഈശോ എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവും. ഹല്ലേലൂയ. എന്തൊരു ധൈര്യമാണ്, എന്തൊരു ധൈര്യമാണ് ഈ അപ്പോസ്തലന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ ജീവിതത്തിൽ പറയണം, എവിടെയൊക്കെ നമ്മളിങ്ങനെ തകർന്നൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടവും. അയ്യോ ഞാൻ ചാകാൻ പോവുകയാണേ, ക്യാൻസർ ആണേ എന്ന് പേടിക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം വിശുദ്ധര് മരിച്ചത് ക്യാൻസർ ബാധിച്ചു തന്നെയാ. വിശുദ്ധര് മരിച്ചത് ക്യാൻസർ ബാധിച്ച. പിന്നെന്നാ പേടി? പിന്നെന്താ പേടി? വിശുദ്ധര് കടന്നുപോയ വഴിയിലൂടെ നടക്കാൻ പേടിയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധനാകണമെന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ മകളെ? ഒരു മകൾ എന്നോട് പറഞ്ഞതാ, ഞാൻ രാവിലെ പറഞ്ഞതിന് ബാക്കിയാണ്. പക്ഷെ വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് പിന്നെ 5 സ്വർഗ്ഗസ്നായ പിതാവേ ചൊല്ലും. എന്തിനാണെന്നറിയോ? ഒരു വിശുദ്ധയാകാൻ. ഒരു ഹൈന്ദവ മകൾ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. വിശുദ്ധനാകണമെങ്കിൽ കിടക്കാൻ പോകുന്നതിന് ഇപ്പം മുട്ടയെ കുത്തിന്ന് 5 സ്വർഗ്ഗസ്നായ പിതാവേ ചൊല്ലണം. നിങ്ങൾക്കറിയായിരുന്നു ഇത്? നിങ്ങൾക്കറിയായിരുന്നോ? നിങ്ങളിത് ചെയ്യാറുണ്ടോ? മാമോദീസ ഉള്ള വേദിയിലെയോ പോയിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ ചില മനുഷ്യരിങ്ങനെ കാൽവരി മല കയറിക്കൊണ്ടിരിക്കുക. ചില മക്കളിങ്ങനെ സെഹിയോൻശാലയുടെ മുകൾ പരപ്പിൽ നിൽക്കുക. ഹല്ലേലൂയ. ജീവിതങ്ങള് ലൈഫിൽ രാത്രി എന്നിട്ട് ഉറക്കമില്ല, നെഞ്ചുവേദന വന്നു, വയറരിച്ചിട്ട് വന്നു, അതിനെ പ്രാർത്ഥിക്കത്തില്ല. ടി വിയും കണ്ട് മൊബൈൽ ഫോണും കണ്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ പിന്നെ വയറ്റിലരിച്ചിലല്ല, ചങ്കിലരിച്ചിട്ട് വരണ്ടേ. രാത്രിയിൽ എന്നിട്ട് എഴുതിട്ട് ആശുപത്രിയിൽ പോകണം. ഹല്ലേലൂയ. ഒരു വിശുദ്ധ ഹോളി നൈറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി നൈറ്റ്, ഹോളി നൈറ്റ് ആയിരിക്കും നമ്മൾ കിടക്കാൻ പോകുന്നത്. ഒരു വിശുദ്ധ രാത്രി ആശംസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിന് മുഴുവൻ ഒരു ദൈവപ്രകാശമുള്ളൊരു ജീവിതം, ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുന്നൊരു ജീവിതം. കർത്താവിൻ്റെ സ്വരം ഇങ്ങനെ എക്കോ ചെയ്തുകൊണ്ടിരിക്കുക. ചില മക്കൾ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ കർത്താവിൻ്റെ സ്വരം കേട്ടു ആ സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ധാരാളം പ്രാർത്ഥിക്കും. ജൂൺ 30 വരെ പറ്റുന്നവര് 13 നൊവേനയില്ലേ പ്രാർത്ഥിക്കുക. ദിവസവും പള്ളിയിൽ പോ, ദിവസവും കുർബാന മുടക്കില്ല. കുർബാന എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളവർ കുർബാന മുടക്കത്തില്ല, പ്രാന്ത് പിടിച്ചോടും. രാവിലെയും വൈകിട്ടും പോകും. കുർബാന എന്നാന്ന് അറിയാത്തവർ അവർ വീട്ടിലിരിക്കും. അവർ ശനിയാഴ്ച നോക്കി ഞായറാഴ്ച നോക്കി കാത്തിരിക്കും. കുർബാന എന്നാന്നറിയാവുന്നവൻ്റെ കാലിനെ തീ പിടിക്കും. രാവിലെ ആകുമ്പോൾ കുർബാന സമയം എഴുന്നേറ്റ് തന്നെ നടക്കും, കിലോമീറ്റർ നടക്കും. ഹല്ലേലൂയ,
ആഫ്രിക്കയിൽ ഈ ദിവസം ഇത് കിട്ടിയില്ല, കൺവെൻഷൻ. കഴിഞ്ഞ ദിവസം കൺവെൻഷനായിരുന്നു. അവർ 2-3 ദിവസം നടന്നാണ് ഈ സ്ഥലത്തെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 2-3-400 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ കന്യാകുമാരി എത്രയും 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി 400 കിലോമീറ്റർ നടന്നിട്ടേ. മാർപ്പാപ്പയെ കാണാൻ വന്നെന്ന് പറഞ്ഞില്ല അന്ന്, അതും ഇതുപോലെ 1000കണക്കിന് കിലോമീറ്റർ നടന്നിട്ട് 2 ആഴ്ചയൊക്കെ നടന്നിട്ട് പാപ്പയെ കാണാൻ പറ്റിയത്. ഹല്ലേലൂയ. മക്കളെ കാലയിൽ ഇങ്ങനെ തീയാമോ, കർത്താവെന്ന് കേട്ടവണ്ടെ കാലിന് പുകച്ചില, ഇരിക്കാൻ പറ്റത്തില്ല. കർത്താവിനെ തേടി ഓടിക്കൊണ്ടിരിക്കും. കർത്താവിന് വേണ്ടിയുള്ള ഓട്ടോ മക്കളെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ മരിക്കണം. പത്രം വായിച്ചുകൊണ്ട് മരിച്ചാലൊന്ന് സ്വർഗത്തിൽ പോകും, നരകത്തിലോട്ട് പോകും. ടി വിയെ കണ്ടുകൊണ്ട് ഫോണും കണ്ടുകൊണ്ട് മരിച്ചാൽ നരകത്തിൽ പോകും. കർത്താവിന് വേണ്ടിയുള്ള ഓട്ടത്തിന് നീ മരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചൊവ്വാഴ്ചയൊക്കെ മരിക്കണമെന്നേ വലിയ ഭാഗ്യമാണ്. ഒരു ചൊവ്വാഴ്ച ഉച്ചക്കൊക്കെ കൊണ്ട് മരിക്കണം. 3-4 ശുശ്രൂഷയൊക്കെ കൂട്ടിയിട്ടങ്ങ് മരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ തിരുവചനം തുടരുക. നിയമാവർത്തനം 11:18. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിൽ, ദൈവവചനം ഇങ്ങനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുക. മറിയം ഈ വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഇങ്ങനെ സൂക്ഷിക്കുന്നതിനുള്ള മകളെ ഓർത്തൊന്നും പറഞ്ഞുകൊണ്ടും നടക്കണ്ട. ഈ വചനത്തിൻ്റെ ആനന്ദത്തിൽ ജീവിക്കുക. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. ഹൃദയത്തിലും മനസ്സിലൊക്കെ ഇങ്ങനെ ദൈവവചനം ഇരിക്കുമ്പോൾ പിന്നെ എന്ത് ഭയപ്പെടാനാ? കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയുള്ള ഒരു വചനം സൂക്ഷിച്ച് ഒരു പേടിയില്ല, പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസന്നിധി മുട്ടുമടക്കണം. നമ്മൾ ദൈവസന്നിധിയിൽ എളിമയോട് നിൽക്കണം മക്കളെ. ഒന്നുമില്ലെന്ന്, എല്ലാം ദൈവം തന്നതാണ്, എല്ലാം ദൈവം തന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന 16 ബസ്സുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. എല്ലാ ദിവസവും ഇവിടെ വരും. കോടീശ്വരനാണ്. കീറിയ വെള്ളമുണ്ട് കൊടുത്ത് ഒരു പഴയ ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് 16 ബസ്സുണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ കിടപ്പണമെന്ന് എന്നോട് പറഞ്ഞു. പേര് ഞാൻ പറയുന്നില്ല ബസ്സിൻ്റെ. കോടീശ്വരനാണ്. എന്നോട് പറഞ്ഞോ എല്ലാ ചൊവ്വാഴ്ച വരുന്നുണ്ട് ഇവിടെ, എല്ലാ ചൊവ്വാഴ്ച. കോടീശ്വരനും അറിയാമെന്നേ, അവൻ്റെ കോടി സൂക്ഷിക്കണമെങ്കിൽ ദൈവം വേണമെന്ന്. 16 ബസ് കിടപ്പുണ്ട്, 16 ഹല്ലേലൂയ, ഒക്കെ ഉള്ളൂ. എവിടുന്നാ കിട്ടുന്നൊക്കെ പിടികിട്ടി മനസ്സിലാക്കി വെക്കുന്നു. ആ മനുഷ്യനെന്തിനാണോ എല്ലാ ചൊവ്വാഴ്ചയും? അവൻ ആവശ്യത്തിനുണ്ടല്ലോ, എല്ലാം ആവശ്യത്തിലധികമുണ്ട്. പ്രയോഗങ്ങളെ, ദൈവത്തെ എത്ര കിട്ടിയാലും മതി വരില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പോരാ, ഇതുപോരായേ, ഇതുപോരായേ. ഒരു വല്ലാത്ത ആനന്ദവും ലഹരിയും ഭ്രാന്തും ഒക്കെ ആയിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ദൈവം ലഹരിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൊബൈൽ ഫോണൊക്കെ അടുത്ത കാലത്ത്, പണ്ട് ടി വിയിൽ ശാലോം ടി വിയിലെ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളെന്നോട് ഒരു നേരത്തെ പറഞ്ഞ ചേച്ചി തന്നെ എന്നോട് പറയുക, അച്ഛാ പണ്ട് ബൈബിളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ശാലോം ടി വിയിൽ ഒരു വചനം കേട്ട ഓടിപ്പോയി ഒരു കടലാസ് എടുത്ത് എഴുതി വെക്കും. വിശപ്പ് നോക്കണേ. ശാലോം ടി വിയിൽ ഇങ്ങനെ അച്ഛന്മാർ പ്രസംഗി ഒരു വചനം പറഞ്ഞ് ഓടിപ്പോയി ഞാൻ കടലാസ് എടുത്ത് വായിച്ചു. കാരണം എൻ്റെ ഈ ബൈബിളില്ല, ഹിന്ദുവാണ് പറയുന്നത്. ഒരു ഹൈന്ദവ സഹോദരി പറയുക, ശാലോം ടി വി വചനം പണ്ടത്തെ കാര്യം, പഴയ കാര്യം. ഇപ്പം പിന്നെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണല്ലോ. ഹല്ലേലൂയ. ഞങ്ങൾ നോക്കിയാ ഫ്ലേവർ കിടക്കുന്നതാണ്. അതൊന്നും തയ്ച്ച് പിടിപ്പിക്കുന്നതല്ല മക്കളെ. ഇതൊക്കെ പൊട്ടിക്കള എന്നാ വയലിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെ. സത്യമായിട്ടും നേച്ചർ മനസ്സിലായിട്ടൊരു കാര്യമാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ലെന്നേ.
എല്ലാവർക്കും കർത്താവിന് മുമ്പിൽ പോയി ഇരിക്കാൻ പറ്റില്ലെന്ന്. ഇതിങ്ങനെ അകത്ത് വിത്ത് പൊട്ടിയവർക്കേ ഉള്ളൂ. ഇത് വിത്ത് പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ്. നമുക്ക് എന്തൊരു ആവേശം നമുക്ക് ചില മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. ബൈബിളൊക്കെ ഇഷ്ടംപോലെ മുറിയിലിരുമ്പോഴും വായിക്കത്തില്ല. വായിക്കുന്നത് എന്താ? ഇങ്ങനെ ലഹരിക്കായിട്ട് കള്ളു കുടിക്കുന്ന പോലെ ഇന്ന് ബൈബിള് വായിക്കണം. കള്ളു കുടിക്കുന്ന പോലെ ഇന്ന് ബൈബിള് വായിക്കണം. കള്ളുകൂടിയന്മാരെന്ന് കുടിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു കുപ്പിയും ഒരു ഗ്ലാസും പിന്നെ ടച്ചിങ്സും എല്ലാം ഇങ്ങനെ അടുത്ത് വെച്ചുകൊണ്ട് ഇന്ന് കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? സിനിമയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇരുന്ന് അങ്ങോട്ട് കുടിക്കണം. കുടിച്ചിട്ട് 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 മതിയാവാത്തതുപോലെ ദൈവത്തിൻ്റെ വചനം ഇരുന്നങ്ങ് വായിക്കണം. ഇരുന്നങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്നില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. നടുവിന് വേദനയും കാലിന് വേദനയൊക്കെ വരും, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം. ജീവിതം മാറും. ഇവിടെ വെച്ചേ ജീവിതം ഭയങ്കരമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കണം. ഒരിങ്ങനെ സ്വർണ്ണം എടുത്തുകൊണ്ട് ഇങ്ങനെ പൂട്ടി വെക്കത്തില്ലേ? ദൈവവചനം ഹൃദയത്തിൽ വെച്ചോണം, അവിടെ ഇരിക്കണം. വചനം ഉണ്ടാവണം. ചപ്പി നോക്കണം ഇടയ്ക്ക്. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടണം. പട്ടമായി നിങ്ങൾ നെറ്റിത്തടങ്ങളിൽ. ഇസ്രായേലിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇസ്രായേലിൽ നമ്മളിങ്ങനെ കാണാം, യഹൂദന്മാർ അവർ നെറ്റിയിലൊക്കെ ഇങ്ങനെ ചുരുള് കെട്ടിയിട്ട്, വചനത്തിൻ്റെ തോലിങ്ങനെ കെട്ടിയിട്ട്, തലയിലും കയ്യിലും ഒക്കെ കെട്ടിയിട്ട് ബൈബിളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് റബ്ബിമാർ നൃത്തം ചെയ്ത് ഞാനിപ്പോഴും ഓർക്കുക. ഹല്ലേലൂയ. കയ്യിലൊക്കെ ഇങ്ങനെ വചനം കെട്ടണം, നെറ്റിയിലൊക്കെ ഇങ്ങനെ എഴുതി വെക്കണം, യേശു കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇളയിലല്ല, കൈ എപ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കണം കർത്താവിൻ്റെ കരത്തെ. നിന്റെ ചിന്ത എപ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കണം ദൈവത്തിൻ്റെ ചിന്തയെ. നിന്റെ ഹൃദയം എപ്പോഴും നിന്നെ ഓർമ്മിപ്പിക്കണം ദൈവത്തിൻ്റെ ഹൃദയത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കണം. പിച്ചുമ്പേയും പറയണം. ദൈവത്തിന്റെ വചനം പിച്ചുമ്പേയും പറയുന്നവർ ആരും കേൾക്കുന്നൊന്നുമില്ലെന്ന് തോന്നുന്നല്ലോ. ചേട്ടത്തിയോട് വഴക്കുണ്ടാക്കാതെ ചേട്ടത്തിയോട് ദൈവത്തിന്റെ വചനം പറ. ചേട്ടനോട് വഴക്കുണ്ടാക്കാതെ ചേട്ടനോട് ദൈവത്തിന്റെ 2 വചനം പറയാ. 2 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് മാനസാന്തരം വരും. നീ എന്നെ വചനം കൂടെ പോകാൻ പറയും. ആദ്യമേ 2 ദിവസം കഴിയുമ്പം പറയും, എടി ഒരു വചനം പറഞ്ഞ് ഞാൻ പോട്ടെ വെളിയിലോട്ട്. ചില മനുഷ്യരുണ്ട് എന്നോട് ചോദിക്കുക, അച്ഛാ ഒരു വചനം പറഞ്ഞതാ, അച്ഛാ ഒരു വചനം പറഞ്ഞത്, എൻ്റെ കൊച്ചിൻ്റെ പരീക്ഷ അച്ഛാ, അവൾക്കൊരു വചനം പറഞ്ഞു കൊടുക്കട്ടെ, ഒരു വചനം പറഞ്ഞതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ കെട്ടിയോൻ പറയും, എടി ഒരു വചനം പറഞ്ഞ എടി പോട്ടെ ഞാൻ വെളിയിൽ പോവുക. ചേട്ടാ ഒരു വചനം പറഞ്ഞ് ഞാൻ പോവുക. അപ്പാ ഒരു വചനം പറഞ്ഞ് ഞാൻ പരീക്ഷയ്ക്ക് പോവുക. അമ്മ ഒരു വചനം പറഞ്ഞ് ഞാനൊരു ജോലിക്ക് പോവുക. നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ടോ മക്കളെ? ദൈവവചന സ്റ്റോക്കുണ്ടോ നിങ്ങളുടെ കയ്യിൽ? എന്നതാണോ ഇത്? നിങ്ങളെല്ലാം കൂടി ഇവിടെ വന്നിരുന്നോണ്ട് ആ ചേച്ചിക്ക് മാത്രം ഞാൻ ചായ വാങ്ങിച്ചു കൊടുക്കും, ബാക്കിയെല്ലാം വെറുതെ വന്നിരിക്കുന്നു, ഒരു ഗുണം കിട്ടത്തില്ല. ആ ചേച്ചിക്ക് ഒരു അനുഗ്രഹം കൊടുത്തേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമായിട്ട് ചോദിക്കാം, നിന്റെ കയ്യിൽ ഒരു സ്റ്റോക്ക് വേണം ദൈവവചനത്തിന്റെ. ഹല്ലേലൂയ. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു വചനമുണ്ട്. എടാ പോകുന്നതിന് മുന്നടാ, എടാ വചനം കേട്ടോ, ബൈക്കിലോട്ട് കയറുക, എടാ ഒരു വചനം എന്നാടാ, പള്ളിക്കൂടത്ത് ഓടുക, എടാ ഒരു വചനം കൊണ്ട് പോടാ. 7 ദിവസം കൊണ്ട് നിങ്ങളുടെ കുടുംബം മാറും. ജോലിക്ക് പോവുക ചേട്ടൻ, ചേട്ടാ ഒരു വചനം കൊണ്ട് വെക്കൂ. ചേട്ടൻ തിരിച്ചു വരും, 2 കൊണ്ട് ജോലി കിട്ടിയിട്ടുണ്ട്, ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. ചേട്ടാ ഈ വചനം കൊണ്ട് വെക്കോ ചേട്ടാ, ജോലി കിട്ടും. ഹല്ലേലൂയ. രാവിലെ ആകുമ്പോൾ ഒരു ക്ഷീണം, എങ്ങനെയെന്ന് ജോലിക്ക് പോകാൻ നിവൃത്തിയില്ല, ചേട്ടാ ഈ വചനം കൊണ്ട് വെക്കോ, ഒരു ക്ഷീണവും വരത്തില്ല. അത്രയ്ക്ക് വളർന്നിട്ടില്ല നമ്മള്. അത്രയ്ക്ക് നീ വളർന്നിട്ടില്ലടാ കൊച്ചേ, അത്രയ്ക്ക് നീ വളർന്നിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ദൈവവചനം ഇങ്ങനെ ഒരു ഉത്സവമായിട്ടൊക്കെ മാറുക, ദൈവവചനം ഇങ്ങനെ ആനന്ദമായിട്ടൊക്കെ മാറുക.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് വൈകിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ മക്കളെ ഫോൺ വിളിക്കും, എടാ അച്ഛനെന്ന് പറഞ്ഞ് വചനം ഇതായിരുന്നടാ, കൊള്ളാൻ പരിപാടിയാണ്, ഒരു വചനം കൊണ്ടൊക്കെ പോകണമെന്നൊക്കെ അച്ഛനെന്ന് പറയുന്നത് കേട്ടു പോകുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഒന്ന് പറ, മനുഷ്യരോട് പറ. ഈ കേട്ട കാര്യങ്ങൾ 10 മനുഷ്യരോട് പറ. നിങ്ങൾ ചെയ്യണ്ട, അവര് ചെയ്തുള്ളൂ അത് പിന്നീട്. ഹല്ലേലൂയ. ദേശം മുഴുവൻ സുവിശേഷമാകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകാതിർത്തിയോളം കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. വീട്ടിലൊരു 3-4 വചനം അവിടെ ഇവിടെ എഴുതി വെക്കണം മക്കളെ. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരാൾ, മറ്റേ ചേച്ചി തന്നെ, അവർ പറയാം, അച്ഛാ ഞാൻ ഈ പള്ളിയിൽ ആദ്യമായിട്ട് വരുമ്പോൾ അവിടെ തോബിത്തിൻ്റെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും അറിയത്തില്ല, അവർ പറഞ്ഞ വചനം മറന്നും പോയി. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഭിത്തിയെ ചുറ്റുപാട് എഴുതി വെച്ചേക്കുന്നത് ആഴ്ചയിൽ 3 തവണയെങ്കിലും വരുന്നതല്ലേ ഇവിടെ? ഒരു വചനം പറയാം ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. താല്പര്യമില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. സത്യവതാ മക്കളെ. ഇല്ലെങ്കിൽ നടന്ന് ഈ വചനം മുഴുവൻ പഠിച്ചു പോകും. ഹല്ലേലൂയ. സത്യമായത് ഒരു അടയാളങ്ങളാണ്. ഞാൻ ഉൾപ്പെടെ എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊരു വചനം അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ വചനം ഇങ്ങനെ പൊട്ടിക്കിളുക്കാൻ, നല്ല നിലത്ത് വീണ വിത്ത് പൊട്ടിക്കിളുക്കും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചതി പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെ ദൈവവചനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം മക്കളെ. ദൈവവചനം വിരുന്നാകണം, ദൈവവചനം അപ്പമാകണം, ദൈവവചനം പാനീയമായി മാറണം. ദൈവവചനത്തിന് ഒരു കോവില് കെട്ടണം. ദൈവവചനത്തിൻ്റെ കോവിലായിട്ട് നീ മാറണം. വാഗ്ദാന പെട്ടകമേ, വാഗ്ദാന പെട്ടകമേ. മാതാവിനെ വിളിക്കുന്നതല്ലേ വാഗ്ദാന പെട്ടകമേ. ദൈവത്തിൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് അപ്പനൊരു വചനം പറഞ്ഞു തരും. അമ്മയുടെ അടുക്കൽ ചെന്ന് അമ്മയൊരു വചനം പറ. ചേട്ടൻ്റെ അടുക്കൽ ചെന്ന് ചേട്ടനൊരു വചനം പറഞ്ഞു തരും. അത് മതി ജീവിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ ഒരു ആനന്ദമായ ജീവിതം, ഒരു സ്റ്റൈലാണ്. ന്യൂ ലൈഫ് സ്റ്റൈലായിട്ട് മാറും വചനം. ഇതൊക്കെ ഒന്ന് സ്വന്തം നമുക്കറിയാമല്ലോ. 70കളിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നു കഴിഞ്ഞാൽ ബൈബിൾ വായിക്കാൻ മനുഷ്യന്മാർ തുടങ്ങിയത് ഇവിടെ. 70കളിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം വന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞു ബൈബിൾ വായിക്കാൻ. ഹല്ലേലൂയ. മക്കളെ ഇതൊന്നൊരു തിരുവചനം പഠിപ്പിക്കാം. ഇവിടെ നിർത്തിയേക്കാം. കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്തൊരു ബൈബിൾ വേണം മക്കളെ. നിങ്ങളുടെ ഭക്ഷണമേശയിൽ ഒരു ബൈബിൾ കൊണ്ടു വെക്കണം. ഒരു വചനം വായിച്ചിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കാവുള്ളൂ. ഭക്ഷണമേശയിൽ ഒരു ബൈബിൾ വേണം മക്കളെ. നിങ്ങളുടെ കിടപ്പറയിൽ ഒരു ബൈബിൾ വേണം. വചനം വായിച്ചിട്ട് കിടക്കണം, എഴുന്നേറ്റ ഉടനെ ബൈബിൾ വായിക്കണം. നിങ്ങളുടെ കിടപ്പറയിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അത്താഴമേശയിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ജീവിതം മാറും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഹനത്തിൽ ഒരു ബൈബിൾ വേണം. നിങ്ങൾ കൊണ്ടുപോകാൻ നടക്കുന്ന ബാഗിനകത്തൊരു ബൈബിൾ വേണം. 4-5 ബൈബിളെങ്കിലും മിനിമം വേണം ഒരാൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്ന ബൈബിൾ വായിച്ചു നിങ്ങളുടെ വീട്ടിൽ നിന്ന് അസുഖം ഇറങ്ങിപ്പോകുന്ന കാണാൻ പറ്റും. നിങ്ങളുടെ മേശപ്പുറത്ത് സമൃദ്ധി ഉണ്ടാകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരോടൊക്കെയാണോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സീരിയസ് ആവാം കളച്ച, സീരിയസ് ആയിട്ടാവും. എൻ്റെ മേശപ്പുറത്തില്ല, നാളെ വെക്കും. ഭക്ഷണ മേശയിൽ ഒരു ബൈബിൾ കൊണ്ടുപോയി വെക്കും. ഇനി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വചനം വായിക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നാളെ കൊണ്ടുപോയി വെക്കും. അത്
ഭക്ഷണമേശയിൽ ഇല്ലെങ്കിൽ വചനമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. പോക്കറ്റിൽ ചെറിയ ബൈബിൾ വേണം. ഒരു പുതിയ നിയമത്തിന് ചെറിയ ബൈബിൾ അവിടെ ഉണ്ടെന്ന് തോന്നും. അതെങ്കിലും എടുത്ത് വായിക്കാതെ നീ ഭക്ഷണം കഴിക്കാനിരിക്കില്ല. ഈ അസുഖം പിടിക്കുന്ന ഈ വചനമില്ലാതെ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഈ അസുഖം പിടിച്ചത്. ഹല്ലേലൂയ. വണ്ടി പറഞ്ഞത് എപ്പോഴാണ്? ദൈവവചനമില്ലാത്തൊരു വണ്ടി മറയും മക്കളെ. ദൈവവചനമില്ലാത്ത വണ്ടി മറയും. ദൈവവചനമില്ലാത്ത ശരീരത്തിൽ രോഗം പിടിക്കും. ദൈവവചനമില്ലാത്ത കൊച്ചു പള്ളിക്കൂടത്തിൽ തോക്കും. വിശ്വാസമൊന്നുമില്ലേ? മടുത്തു നിങ്ങൾ? ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കണോ? അപ്പോൾ കട്ടിലെ കിടക്കുന്നതിന് മുമ്പ് ബൈബിള് വായിക്കുമ്പോ, ചോറുണ്ണുന്നതിന് മുമ്പ് ബൈബിള് വായിക്കുമ്പോ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വചനം വായിക്കുമ്പോ, കർത്താവ് ശബ്ദം ചെയ്ത നാട്, തേനും പാലും ഒഴുകുന്ന നാട് നിങ്ങളുടെ സ്വന്തമായി മാറും. വചനം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക്. തീർന്നില്ല. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ജീവിക്കും. മേശപ്പുറത്ത് ബൈബിൾ കൊണ്ടുപോയി വെച്ചാലേ കൊച്ചുങ്ങൾക്ക് അസുഖം പിടിക്കത്തില്ല. ഓടി ആശുപത്രി പോകണം. നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘായുസ്, ലോങ്ങിവിറ്റി ഓഫ് ലൈഫ്. ഇവളിൽ അച്ഛൻ സ്വന്തമായിട്ട് തോന്നുന്നതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ബൈബിള് വായിക്കാഞ്ഞുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നത്. രാത്രിയിൽ അറ്റാക്ക് വന്നത് ബൈബിള് വായിക്കാതെ കിടന്നിട്ടാ. നോക്ക്, ടെസ്റ്റ് ചെയ്ത് നോക്ക്, ജീവിതം മാറുമെന്ന് പറഞ്ഞതാ. നേരത്തെ അച്ഛൻ ആൽബർട്ട് രാത്രി കിടന്ന് ഉറങ്ങുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിനക്ക് സുഗന്ധത്തിന് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. 1 മണിയാകുമ്പോൾ എഴുന്നേക്ക് വെച്ചോ, പിന്നെ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കും. പറയും ബൈബിളെടുത്ത് വായിക്കട വെച്ചേ. നൊവേന പുസ്തകം എടുത്ത് നൊവേനയില്ല ആ സമയത്ത്. ജപമാല ഇതൊക്കെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു ലോട്ടറി അത്. ഹല്ലേലൂയ. തലകുത്തി മറിഞ്ഞ് ഉറങ്ങണമെന്നും നിയമമില്ല മക്കൾ. തലകുത്തി മറിഞ്ഞൊന്നും ഉറങ്ങണ്ട. ഉറക്കമില്ലെങ്കിൽ എതിരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ശബ്ദം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം, ഭൂമിക്ക് മുകളിൽ ആകാശമുള്ളിടത്തോളം കാലം വസിക്കും. വചനമാ. പിടികിട്ടിയോ? ഇതാ സംഭവം. ഇത് നമുക്ക് മനസ്സിലാവണില്ല. ദൈവത്തിന്റെ വചനത്തെ ഞാൻ നെഞ്ചിലേക്ക് എടുത്ത് വെക്കണം. നെഞ്ചിലേക്ക് ബൈബിൾ എടുത്ത് വെക്കണം. വയറുവേദന വയറ്റിലോട്ട് ദൈവവചനം എടുത്ത് വെക്കണം മക്കളെ. തലവേദന വരുമ്പം നിന്റെ നെറ്റിയിലേക്ക് ദൈവവചനം എടുത്ത് വെക്കണം. ഹല്ലേലൂയ. എഴുന്നേറ്റ് മക്കള്. ഈ സമയത്ത് ഒരു പുത്തൻ കൃപയൊഴുകട്ടെ, ഒരു പുതിയ അഭിഷേകം നൽകട്ടെ, ഒരു പുതിയ ബോധ്യം പരിശുദ്ധാത്മാവ് നൽകട്ടെ, ഒരു പുതിയ ശക്തി നൽകട്ടെ. സ്തുതിച്ചേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബരാനതഹ ബര ഹീര 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 ഹീര. ആത്മാവേ, 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 എല്ലാ മക്കളിലേക്കും ഈ വചനം കേട്ടുകൊണ്ടിരുന്ന മക്കൾക്ക് വചനം വായിക്കാനുള്ള അഭിഷേകം, വചനത്തെ സ്നേഹിക്കാൻ, ബൈബിളിനെ സ്നേഹിക്കാൻ ഒരു കൃപ, ബൈബിൾ കൊണ്ട് ജീവിക്കാനുള്ള കൃപ, ദീർഘായുസ് കൊടുക്കണമേ, ദീർഘായുസ് കൊടുക്കണമേ. ശബരാനതഹ ബര ഹീര 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 ഹീര. ആത്മാവേ, 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 ആത്മാവേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ